വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയികൾക്ക് അനുമോദനം. സ്കൂൾ മാനേജ്മെന്റിന്റെയും PTയുടെയും സ്റ്റാഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന അനുമോദന സമ്മേളനം VP സജീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് തുടർച്ചയായി മികച്ച നേട്ടങ്ങൾ കൈവരിച്ച് ശ്രദ്ധേയമായ വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ SSLC +2 NMMS USS പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സ്കൂൾ മാനേജ്മെന്റിന്റെയും PTAയുടെയും സ്റ്റാഫിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു അനുമോദനം. അക്കാദമിക മികവിനൊപ്പം വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും പ്രാധാന്യം നൽകുന്ന സ്കൂൾ ഇത്തവണയും മികച്ച പരീക്ഷാഫലമാണ് സ്വന്തമാക്കിയത്. SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ സ്കൂളിൽ 26 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ഉം 9 വിദ്യാർത്ഥികൾ 9 A+ഉം കരസ്ഥമാക്കി. +2 പരീക്ഷയിൽ 12 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങളിലും A+ നേടിയപ്പോൾ 3 വിദ്യാർത്ഥികൾ 5 A+ നേടി. ശനിയാഴ്ച സ്കൂൾ അസംബ്ലി ഹാളിൽ നടന്ന അനുമോദന സമ്മേളനം കുന്നത്തുനാട് MLA VP സജീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സ്കൂളിലെ ഏറ്റവും സന്തോഷകരമായ ഒരു ചടങ്ങാണ് കഴിഞ്ഞ വർഷം വിജയിച്ച ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ്. ഞാൻ ഈ വർഷം കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിലെ ഒട്ടനവധി സ്കൂളുകളിൽ ഇതേ ചടങ്ങുമായി ബന്ധപ്പെട്ട് പോവുകയുണ്ടായി. ഓരോ സ്കൂളിൽ ചെല്ലുമ്പോഴും കുട്ടികളുടെ വിജയ ശതമാനവും ആദരിക്കുന്ന കുട്ടികളുടെ എണ്ണവും കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട്. കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും അല്ലെ 9 വിഷയങ്ങൾക്കും A+ വാങ്ങുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് റിസൾട്ട് കിട്ടിയതിൻ്റെ ഒരു മുഹൂർത്തമാണ്. ഇനിയും നിങ്ങൾ ഒട്ടനവധി പടവുകൾ കയറേണ്ടവരാണ്. ഇപ്പോൾ SLC കഴിഞ്ഞു, അല്ലെങ്കിൽ +2 കഴിഞ്ഞു. ഇനിയാണ് നിങ്ങളുടെ മുന്നിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉണ്ടാകുക. +2 കഴിയുന്നവർ അവർ തിരഞ്ഞെടുക്കുന്ന വിഷയവുമായി മുന്നോട്ട് പോകുമ്പോൾ പഴയതുപോലെ സ്കൂളിലെ അന്തരീക്ഷമായിരിക്കില്ല കോളേജുകളിലും അല്ലെങ്കിൽ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിലും എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നോ ഇന്നലകളിൽ നിങ്ങൾ വന്നത്, അതേ റൂട്ടിൽ തന്നെ കൃത്യമായി പോയാൽ നിങ്ങൾക്ക് ഇനിയും വലിയ ആദരവുകൾ ഇതേപോലെ വാങ്ങുവാൻ കഴിയും. നിങ്ങൾക്ക് വിജയം നേടുവാനും കഴിയും. കാരണം എവിടെയെങ്കിലും ചെറിയ ഒരു മാറ്റം മനസ്സിൽ ഉണ്ടായാൽ അത് നിങ്ങളുടെ ഭാവിയെയും നിങ്ങളുടെ പ്രതീക്ഷകളെയും എല്ലാം തകിടം മറിച്ചുകൊണ്ടായിരിക്കും. പലർക്കും പല അനുഭവങ്ങളും ഞങ്ങളെപ്പോലുള്ളവർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഈ അഭ്യർത്ഥന വെക്കുന്നത് എന്നുള്ളത് ഓർമ്മിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വളയൻചിറങ്ങര NSS കരയോഗം പ്രസിഡന്റ് CP ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പെരുമ്പാവൂർ MLA മനോജ് മൂത്തേടൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞുള്ള സന്തോഷം ആദ്യം രേഖപ്പെടുത്തുകയാണ്. നേരത്തെ ആനന്ദമാഷ് പറഞ്ഞതുപോലെ ഞാനും ഇവിടെ 2-3 പ്രാവശ്യം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്ന സമയത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ഒന്നാണ് വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ. ഒരുപാട് കുട്ടികൾ നന്നായി പഠിക്കുന്ന, അവർക്ക് നല്ല വിദ്യാഭ്യാസ നിലവാരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു സ്കൂൾ കൂടിയാണ് വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ. അങ്ങനെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധയോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്ന നല്ല സൗകര്യമൊരുക്കുന്നതിലും വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്നതിലേക്ക് അവരെ പ്രാപ്തരാക്കുന്നതിലും അതുപോലെ തന്നെ അക്കാദമിക രംഗത്ത് നമ്മുടെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള കഴിവുകളെ പ്രകടിപ്പിക്കാൻ കഴിയുന്ന അവസരം ഉണ്ടാക്കുന്നതിലുമെല്ലാം മാനേജ്മെന്റ് വലിയ ശ്രദ്ധയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സ്കൂളിൻ്റെ എല്ലാ കെട്ടിലും മറ്റിലുമൊക്കെ മാറ്റമുണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. നമ്മുടെ മനോഹരമായ ഓഡിറ്റോറിയവും അതുപോലെ സ്കൂൾ കെട്ടിടങ്ങളും നമ്മുടെ മുറ്റവും വരാന്തയും അതുപോലെ ഗ്രൗണ്ടും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള എല്ലാ സൗകര്യവും വളരെ മനോഹരമായി നന്നാക്കിയെടുത്ത് നമ്മുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ പഠനത്തോടൊപ്പം തന്നെ പഠനേതര മികവുകളും പുലർത്താൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് മാനേജ്മെന്റ് പ്രകാരം ഒരുക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരാണെങ്കിലും അങ്ങനെ ഇവിടുത്തെ അധ്യാപകർ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള നിലവാരം പുലർത്തുന്നവരാണ്. കുട്ടികൾക്കുള്ള അവരുടെ വിദ്യാഭ്യാസ തലത്തിൽ അവർക്ക് ഉയരാൻ കഴിയുന്ന എല്ലാ അവസരങ്ങളും ഒരുക്കി അധ്യാപകർ കഠിനമായിട്ടുള്ള ശ്രമത്തിലൂടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സ്കൂൾ കൂടിയാണ്. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുജിത് പോൾ, +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമൃത സനൂപ്, NMMS വിജയികൾക്ക് മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ്, USS വിജയികൾക്ക് സ്കൂൾ മാനേജർ KC ശശികുമാർ എന്നിവർ അനുമോദനങ്ങളും ഉപഹാരങ്ങളും നൽകി ആദരിച്ചു. വളയൻചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ
ഇതിന് മുന്നേ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചെയ്തപ്പോൾ അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ പഠിച്ചു നിൽക്കുകയാണെങ്കിലും തൊട്ടപ്പുറത്തുള്ള ഐരാപുരം SSC കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എൻ്റെ ഭർത്താവ് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് ഇവിടെ നിന്നായിരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മകളുടെ കുറേ പ്രിയപ്പെട്ട കൂട്ടുകാരിലൂടെ ഇരിക്കുന്നുണ്ട്, ദേവികളുടെ കുറേ കൂട്ടുകാരിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സിനെ വന്ന് അവരോടൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണത്തെ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇത് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയെന്ന് കരുതരുത്. നിങ്ങളുടെ ഈ വിജയം എന്ന് പറയുന്ന ഒരു തുടക്കം മാത്രമാണ്. നമുക്കറിയാമോ, നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ളതാണ്. നമ്മളിന്ന് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥലത്ത് സാങ്കേതിക വിദ്യ അതെല്ലാം അതിൻ്റെ ഏറ്റവും പരമോന്നതമായ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ മറുഭാഗത്ത് എന്ന് പറയുന്ന ഒരുപാട് സംഗീതങ്ങളും അനീതിയും നടക്കുകയാണ്. നമുക്ക് തന്നെ ഇപ്പോൾ അറിയാം, നമ്മളിപ്പോൾ സജീവമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പുസ്തകത്തിനപ്പുറത്തേക്കുള്ള ഒരു ലോകത്തെ കൂടി നിങ്ങൾ കാണണം, മനസ്സിലാക്കണം. നമ്മുടെ സമൂഹത്തിൽ കാണുന്ന അനീതികളെ ചോദ്യം ചെയ്യാൻ പാകത്തില് പ്രാപ്തരായി നിങ്ങൾ വളരണം എന്നുകൂടിയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അക്കാദമിക നിലവാരം, അർപ്പണബോധമുള്ള അധ്യാപകർ, മികച്ച പഠനാന്തരീക്ഷം, വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ സ്ഥാപനമായി മുന്നേറുകയാണെന്ന് ചടങ്ങിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പൽ NR അജിത്ത്, ഹെഡ്മാസ്റ്റർ G ആനന്ദകുമാർ, മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് അംഗം റെജി MP, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം C വേണുഗോപാൽ, കരയോഗം ഖജാൻജി MS അജയകുമാർ, PTA പ്രസിഡന്റ് കീഴിലം ഉണ്ണികൃഷ്ണൻ, രായമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ഡെയ്സി അനിൽ, വെങ്ങോല ഗ്രാമപഞ്ചായത്ത് അംഗം ലക്ഷ്മി റെജി, PTA വൈസ് പ്രസിഡന്റ് KV സുഭാഷ്, മാതൃസംഘം ചെയർപേഴ്സൺ ഷിജ എൽദോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്കോളർഷിപ്പിൻ്റെ മറ്റ് വിദ്യാർത്ഥികൾ എല്ലാ രീതിയിലും A+ഉം അവരെ തുടർന്ന് മറ്റ് അവർക്ക് അംഗീകാരപ്പെടുത്തുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അവസരങ്ങളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ അധ്യാപകരിൽ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടിയ ഒരു വലിയ നേട്ടമാണ്. ഈ അവസരത്തിൽ ഞാൻ ആ അധ്യാപകരെ ഓർമ്മിക്കുകയാണ്. ഏതായാലും നമുക്ക് 25-26 വർഷം ഇവിടെ അനുമോദനം ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും ഇവർക്ക് വേണ്ട ഉപരിപഠനത്തിന് പോകാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടാകണം. അവർക്ക് അതേമാതിരി തന്നെ അതിലെല്ലാം തന്നെ നല്ല വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നമസ്കാരം. ചടങ്ങിൽ ജനപ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു. ഈ സ്കൂളിന്റെ അതിന്റെ മറ്റും ഭാവവും എല്ലാം മാറിക്കൊണ്ട് ഒരു മനോഹരമായിട്ടുള്ള ഒരു വിദ്യാലയമായി ഈ വിദ്യാലയം മാറിക്കഴിഞ്ഞു. റിനോവേഷൻ വർക്ക് പൂർത്തിയാകുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള പുതുമകൾ നിറഞ്ഞ എല്ലാ വിധത്തിലുള്ള അക്കാഡമിക് സൗകര്യത്തോടുകൂടി ഉള്ള മനോഹരമായിട്ടുള്ള ഒരു വിദ്യാലയമായി ഈ വിദ്യാലയം മാറും. അതോടൊപ്പം തന്നെ ഇവിടെ അവാർഡ് വാങ്ങുന്ന കുട്ടികളുടെ എണ്ണവും നാൾക്കുനാൾ വർദ്ധിക്കുന്നു എന്നുള്ളത് ഈ സ്കൂളിന്റെ അക്കാഡമിക് എക്സലൻസിനെ വിളിച്ചോതുന്ന ഒരു കാര്യമാണ്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഡിവിഷന്റെ ഈ അറ്റത്തെ വളയഞ്ചിറങ്ങര സ്കൂൾ മുതൽ തൊട്ടപ്പുറത്തെ അങ്ങേ എൻഡിലേക്ക് ഉള്ള സെന്റ് മേരീസ് മോറക്കാല സ്കൂൾ വരെ അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകുന്ന വിദ്യാലയങ്ങൾ ഈ ഡിവിഷന്റെ അഭിമാനമാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ ഈ വിജയത്തിൽ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. 1 നിങ്ങളുടെ അച്ഛനും അമ്മയും, 3 അധ്യാപകർ, 4 ഞങ്ങളെപ്പോലുള്ള പൊതുസമൂഹം. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ വിജയത്തിൽ അഭിമാനിക്കുന്നു. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ വിജയത്തിൽ പങ്കുചേരുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.